ഹായ് ഫ്രാൻസ്. പിന്നെ ഇപ്പോൾ യുദ്ധം നടക്കുകയാണെന്നല്ലോ. അമേരിക്കയും വീണ്ടും പ്രതിസന്ധിയെല്ലാം വരാൻ പോകുന്നതല്ലേ. പക്ഷെ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും അമേരിക്കക്ക് ജയിക്കാൻ പറ്റില്ല. എന്താണെന്നറിയും. ഇപ്പോൾ അമേരിക്ക ഉപരോധം ചെയ്യുന്നു. അതിപ്പോൾ ഏതെല്ലാം രാജ്യത്തോടാണ് ഉപരോധം ചെയ്യുന്നത്? അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം എത്രയുള്ളത്? അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എത്രയുള്ളത്? ഇറാനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പവർ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും കാലം നടന്ന യുദ്ധങ്ങളിൽ അമേരിക്കയെ നേരിട്ട് ആരും യുദ്ധം ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇറാനും അമേരിക്ക യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇറാൻ്റെ സപ്പോർട്ടുള്ള രാജ്യങ്ങൾ ഇറാന് വേണ്ടി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇറാനോട് ചെയ്യുന്ന ഉപരോധം പല രാജ്യങ്ങളും വലിയ രാജ്യങ്ങളുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഉപരോധിക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. മനസ്സിലായോ? ഇവിടെ അമേരിക്ക മാത്രമാണ് ഭയങ്കര മിലിറ്ററി ഇതിലുള്ള രാജ്യം. പിന്നുള്ളത് ബ്രിട്ടൻ, ഇറ്റലി, ഇതെല്ലാം അമേരിക്കനെ തുണക്കെന്ന് വിചാരിക്കുന്നു കേട്ടാ. ഇവർ ആരും ബ്രിട്ടീഷുകാരും മറ്റുള്ള ഇതിലുള്ള രാജ്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായി? ഇവർ നിൽക്കുമെന്ന് പറയുന്നല്ലാണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. എന്താണെന്നറിയോ? എന്താണ്? ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താകുമെന്ന് ശരിക്കും അറിയുന്നവരായി. കാരണം ഇവർ അമേരിക്കൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഇവർ ആരും അമേരിക്ക ഉപരോധിക്കില്ല. അപ്പോൾ ഇവർ അതിൽ സേഫാണ്. അപ്പം ഇവർ എന്ത് ചെയ്യും? ഇവർ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യും, അത്രയേ ഉണ്ടോ. പക്ഷേ അമേരിക്കൻ്റെ ഒപ്പം കൂടി യുദ്ധം ചെയ്യൂല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അമേരിക്കൻ്റെ രാജ്യങ്ങളിലും എന്തുണ്ടാവും? ബോംബിങ് ഉണ്ടാവും. അപ്പോൾ ഇത് വലിയൊരു യുദ്ധമായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ഇപ്പോൾ ഉപരോധിച്ച് കഴിഞ്ഞാൽ ഈ ഉപരോധത്തിന് ഇറാനുമായിട്ട് എണ്ണക്കച്ചവടവും മറ്റുള്ള പല ഇതിലുള്ള രാജ്യങ്ങളുണ്ട്. അവരെല്ലാം ഉപരോധിച്ച് കഴിഞ്ഞാൽ അമേരിക്ക എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. മനസ്സിലായി? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇറാൻ കുറച്ച് വലിയ രാജ്യമാണ്. പിന്നെ അമേരിക്കയിൽ നേരിട്ട് ഇറാൻ അടിക്കാൻ കഴിയില്ല. അതിനുള്ള സംവിധാനം ഇല്ല. അതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. പക്ഷേ അമേരിക്കയിലേക്ക് പോയിട്ട് അടിക്കണമെങ്കിൽ അത്രക്കും ദൂരപരിധിയുള്ള മിസൈലുകൾ വേണം. അതുകൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ടാണ് ഇറാന് എന്തടിക്കുന്നത്? ഇറാന് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് അടിക്കുന്നത്. മനസ്സിലായി? അതേസമയം ഇറാന് നേരെ അമേരിക്കയിലാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചിട്ടുണ്ടാവും, അമേരിക്ക പിന്മാറിയിട്ടുണ്ടാവും. അതിനുള്ള ശേഷിയുള്ള മിസൈലുകൾ ഇനിയിപ്പോൾ രൂപീകരിച്ചിട്ടോ എന്നറിയില്ല, പക്ഷെ രൂപീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഉപരോധം നടക്കുകയെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരു മിസൈൽ കൊടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇറാന് മറ്റുള്ള രാജ്യങ്ങൾ, റഷ്യ, മറ്റുള്ള ചൈന, മറ്റുള്ള രാജ്യങ്ങൾ ഇങ്ങനെയുള്ളൊരു ആയുധം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ? എല്ലാവരും കൈ നനയാതെ മീനെ പിടിക്കാനാണ് ഉദ്ദേശിക്കാം. മനസ്സിലായ? കാരണം നേരിട്ടൊരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും. അപ്പോൾ ഏതായാലും ഇറാനുമായിട്ട് യുദ്ധമുണ്ട്. അപ്പോൾ ഇറാന് വേണ്ട സഹായം കൊടുക്കുകയും ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ്റെ പതനത്തിന് കാരണമായ ആയുധങ്ങളാണ് കൊടുക്കുക.
അപ്പം ഇനി ഞാൻ പറയണമെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്, മനസ്സിലായ? ആ കണ്ടീഷൻ ആരാണോ നടപ്പാക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കും. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ഇന്ത്യൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളും. എൻ്റെ പ്രാവിനെ പിടിക്കുക, എൻ്റെ പ്രാവിനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പ്രാവും എൻ്റെ കുടുംബമാണ് വലുത്, മനസ്സിലായി? അപ്പോൾ എൻ്റേതായ നിയമങ്ങൾ ഇന്ത്യ പാസ്സാക്കി തരുമെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയാലൊന്നും ഒരു ഗുണവുമില്ല. ഒരു ഇന്ത്യനെ കൊണ്ടൊരു ഗുണം എനിക്കില്ല. അപ്പോൾ അങ്ങനൊരു ഗുണം വന്നു കഴിഞ്ഞാൽ ബാക്കി ഞാൻ സംസാരിക്കും, കേട്ടാ? പിന്നെ ഈ യുദ്ധം എന്തെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം. അപ്പം അതും കൂടി പറയണമെങ്കിൽ എൻ്റെ വായി തുറക്കണമെങ്കിൽ എന്തെങ്കിലും എൻ്റെ സംഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ വിട്ടുവീഴ്ചകൾ പോലീസുകാർ ശരിയാക്കി തരണം. അപ്പോൾ ശരി, ടൈഗർ ഓഫ് ദ വീക്ക്, ടൈഗർ ഡിലീറ്റാകാൻ പോയെന്ന് ഞാനേതായാലും വലിയ പൈസയായി എനിക്ക്. അപ്പം ഞാനേതായാലും ഈ മേഖലയിൽ ഒഴിവാക്കുക, കേട്ടാ? അപ്പോൾ ശരി, കേട്ടാ? ആ.